അവിടെ ഒരു 1000 കിലോ നെയ്യപ്പം. 1000 കിലോ നെയ്യപ്പം. ഓക്കെ ഓക്കെ. വലിയൊരു ടാസ്ക് ആണ്. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അത് ഇപ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ വെച്ചാണ് ഒരച്ഛൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം വീട്ടിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. വീടിലേക്ക് അച്ഛനാണ് ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതെ അതെ. ഇന്ന് ഞാൻ എല്ലായിടത്തും പറയും, അന്ന് മാതാവ് അച്ഛനിലൂടെ സംസാരിച്ചതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്പൂസ് ഫുഡ്സ് മോൻ്റെ പേരിൽ ഒരു യൂണിറ്റ് തുടങ്ങാൻ. അപ്പൂസ് ഫുഡ്സ്. അതെ അതെ. എന്നിട്ട് എന്താ ചെയ്തു തുടങ്ങിയത്? പക്ഷേ ഞാനൊരു ദിവസം വീട്ടിൽ വെറുതെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയത്. ആദ്യമായിട്ടാണ് തനിയെ ഉണ്ടാക്കുന്നത്. കടയിൽ കുറച്ച് വെക്കാന്നും പറഞ്ഞ് ചെറിയ രീതിയിൽ ഒരു 2 കിലോ അരിയുടെ ഉണ്ടാക്കി കടയിൽ വെച്ചു. കടയിൽ വെച്ചപ്പം നമ്മുടെ എല്ലാം അറിയുന്ന ആൾക്കാരല്ലേ, അടുത്തൊക്കെ. അങ്ങനെയാണ് അവർ മേടിച്ചിട്ട് പോയിട്ട് അവർ പിന്നെയും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ തിരുനാളിനോടനുബന്ധിച്ച് ഭരണങ്ങാനം പള്ളിയിൽ നിന്ന് അവിടെ ഒരു 1000 കിലോ നെയ്യപ്പം. 1000 കിലോ നെയ്യപ്പം. 6 സ്റ്റാഫും ഉണ്ട്, 4 പേര്, 2 പേര് എക്സ്ട്രാ സ്റ്റാഫും ഉണ്ട്. അതിന് ഞങ്ങൾ പെട്ടെന്ന് കുറച്ചുപേരെ പഠിപ്പിച്ചു, കുറച്ച് ആൾക്കാരെ അടുത്തുള്ളവരെയൊക്കെ പഠിപ്പിച്ചു. മുറ്റത്ത് തന്നെ ഒരു പന്തലൊക്കെ ആളെ നിർത്തി പന്തലൊക്കെ ഇടിയിച്ചു. ഒരു 10 ദിവസം കൊണ്ട് 1200 കിലോ പള്ളിയിലോട്ടും പിന്നെ അല്ലാതെ ഒരു കുറെ കടകളിലോട്ടും കൂടെ കൂട്ടി 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അടുത്തുള്ള വേറെ കടയിൽ നിന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊരു ശരിക്കും ബിസിനസ്സാക്കി മാറ്റാൻ തീരുമാനിച്ചതും. മോൻ്റെ പേര് തന്നെ അങ്ങ് ഇടാന്ന് വെച്ചു. പിന്നെ അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു.